വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 40 അധ്യായം 1 ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അടുത്ത വാക്യം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഈ ഒരു പാട്ട് ഉണ്ട്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ. നാശകരമായ കുഴിയിൽ നിന്നും ചേറ്റിൽ നിന്നും എടുത്ത അനുഭവം. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ ചേറ്റിൽ കിടക്കുന്ന ഒരനുഭവം, പാപച്ചെളിയിൽ കിടക്കുന്നൊരനുഭവം, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ തേടി ഇറങ്ങുന്ന ഒരു അനുഭവം. ഇവ ദൈവം വിടുവിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കും. നിൻ്റെ നിലവിളി ഞാൻ കേട്ടു. സഹായിക്കാൻ നീ കാത്തിരുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ ചേറ്റിൽ നിന്ന് എടുക്കുകയാണ്. പത്രോസ് യേശുവും കൂടെ കടലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, യേശു കടലിൽ മീതെ നടന്നു വന്നപ്പോൾ പീറ്ററിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പേടി താഴോട്ട് വീഴാൻ. യേശുവാണ് കരം പിടിച്ച് നടത്തി കൊണ്ടുവന്നത്. അതുപോലെ അന്നേരം പീറ്റർ അതിശയിച്ചു. യേശു എൻ്റെ ദൈവമേ, ഞാൻ താഴെ വീഴാതെ, കുഴിയിൽ വീഴാതെ വണ്ണം, വെള്ളത്തിൻ്റെ അടിയിൽ പോകാതെ വണ്ണം എന്നെ കാത്തുകൊണ്ടല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് അതിശയിച്ച് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു വലയും വള്ളവും എല്ലാം വിട്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വിളിച്ചു. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ് ഇവരെല്ലാം വിളിച്ചു. ഇതിൽ 12 ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ കൂടെ. അവരെല്ലാം ചേറ്റിൽ കിടന്നവരാ, ഫിഷർമാനായിരുന്നു. എന്നാൽ അവരെ ദൈവം തൂക്കിയെടുത്ത് പണിതെടുത്ത് അവരെ ശിഷ്യന്മാരാക്കി തീർത്തു, യേശുപ്പച്ചൻ. അതുപോലെ യേശു നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. കർത്താവ് എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ഞാൻ പാറയാകുന്നു പറഞ്ഞ ശിഷ്യൻ ആരാണ്? പത്രോസ്. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ നടപ്പും എൻ്റെ കാര്യങ്ങളും ജീവിതത്തെ എല്ലാം കർത്താവ് സ്ഥിരമാക്കി. എന്നെ ദൈവം വിടുവിച്ചു. എന്നെ കുഴിയിൽ നിന്ന് വിടുവിച്ചു. ചേറ്റിൽ നിന്ന് എന്നെ കണ്ടു. എന്നെ വിടുവിച്ച കർത്താവ്. ഇന്നത്തെ ദിവസത്തിൽ നമ്മളും പറയാം, നമ്മളെ ദൈവം ചേറ്റിൽ നിന്ന് എടുത്തു, അവസ്ഥയിൽ നിന്ന് എന്നെ എടുത്ത് തൂക്കിയെടുത്ത് എന്നെ പരിപാലിച്ചു, ഉയർത്തി, മാനിച്ചു, ആദരിച്ചു എന്ന് പറഞ്ഞ് കർത്താവിനെ, യേശുവിനെ സ്തുതിക്കാം. ആമേൻ, ആമേൻ.